ഹായ് നമസ്കാരം. റൈറ്റേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റൂറൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുൻ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിലെ റീജിയണൽ റൂറൽ ബാങ്ക്, അതായത് RRB നമ്മൾ പറയും. അപ്പം RRB രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മിറ്റിയുടെ പേരല്ല, അധ്യക്ഷൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. M നരസിംഹം, C രഘുരാമൻ, ഓപ്ഷൻ C R കേൽക്കർ ആൻഡ് ഓപ്ഷൻ D LK ഝാ. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RRB എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. റീജിയണൽ റൂറൽ ബാങ്ക്, അതായത് മെയിൻലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ 1970 സമയത്തൊക്കെ, ആ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമെന്ന് പറയുന്നത്, അവിടുത്തെ ജനങ്ങൾക്ക് ഈ ബാങ്കിങ് സർവീസസ് എന്ന് പറയുന്നത് വളരെ അപ്രാപ്യമായ ഒന്നായിരുന്നു. അപ്പം ആ ഗ്രാമപ്രദേശങ്ങളിലെ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളുടെ എണ്ണവും അതുപോലെ അവിടെ പ്രവർത്തിക്കും ബാങ്കുകൾ പൊതുവെ കുറവായിരുന്നു. നാഷണൽ ബാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്കുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പം അവർക്കൊരു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, നമ്മുടെ ക്രെഡിറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന ലോൺ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം അഗ്രികൾച്ചറൽ ക്രെഡിറ്റിനോ മറ്റ് സേവനങ്ങൾക്കോ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഗ്രാമങ്ങളിലെ ബാങ്കിങ് സർവീസ് വളരെ മോശമായതായിരുന്നു. അതിനുശേഷം അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഓക്കെ, ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ M നരസിംഹമാണ്. ഓക്കെ, 1975 ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പം ഗ്രാമപ്രദേശങ്ങളിലെ ബാങ്കിങ് സേവനങ്ങൾ വിപുലീകരിച്ച് കാർഷിക ചെറുകിട വ്യവസായ മേഖലകളെ സഹായിക്കുന്നതിനാണ് ഈ നരസിംഹം കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. കമ്മിറ്റി ഇതിനെക്കുറിച്ചെല്ലാം പഠനം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ടിലെ ശുപാർശ അനുസരിച്ചിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്, നമ്മളുടെ RRB എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപം കൊള്ളുന്നത്. ഓക്കെ, RRB ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ RRB എന്ന് പറയുന്ന ഒരു ബാങ്ക് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ആൻസർ എന്താണ്? M നരസിംഹമാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു ഗ്രാമീൺ ബാങ്കിൽ ഓഹരി പങ്കാളിത്തം എങ്ങനെ വിഭജിച്ചിരിക്കുന്നു? ഓക്കെ, ഇവിടെ ഗ്രാമീൺ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഗ്രാമീൺ നമ്മൾ പറഞ്ഞ RRB ആണ്. ഓക്കെ, ഈ RRB ആണെങ്കിലും ഗ്രാമീൺ ബാങ്ക് ആണെങ്കിലും സെയിം ആണ്. റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ ഉണ്ടല്ലോ. ഓക്കെ, ആ വലിയൊരു ബാങ്കിങ് സിസ്റ്റം, അതിൻ്റെ ഒരു റീജിയണൽ നെയിമാണ്. ഓരോ നാട്ടിൽ നമ്മൾ തദ്ദേശീയമായിട്ട് കൊടുക്കുന്ന, നമുക്കറിയാം നമ്മുടെ തദ്ദേശീയമായിട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾക്ക് പറയുന്ന പേരാണ് ഗ്രാമീൺ എന്ന് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. അങ്ങനെ തദ്ദേശീയമായ വാക്കുകൊണ്ടാണ് നമ്മൾ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു എന്താ പറയുന്നത്, ഈ ഗ്രാമീൺ ബാങ്കുകളുടെ ഒരു ഫുൾ ക്ലസ്റ്റർ എന്ന് പറയുന്ന പേരാണ് RRB എന്ന്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. അപ്പോൾ രണ്ടാമത് ചോദ്യത്തിനകത്ത് ഗ്രാമീൺ ബാങ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തിനകത്ത് RRB എന്നും രണ്ടാമത്തിനകത്ത് ഗ്രാമീൺ ബാങ്ക് എന്നും പറയുന്നതിൻ്റെ ഒരു വ്യത്യാസം അതാണ് പറയുന്നത്. അപ്പം ഒരു ഗ്രാമീൺ ബാങ്കിൻ്റെ ഓഹരി പങ്കാളിത്തം എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്? ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ A കേന്ദ്ര സർക്കാർ 50%, സ്പോൺസർ ബാങ്ക് 35%, സംസ്ഥാന സർക്കാർ 15%. ഓപ്ഷൻ B കേന്ദ്ര സർക്കാർ 51, സ്പോൺസർ 39, സംസ്ഥാന സർക്കാർ 10, കേന്ദ്ര സർക്കാർ 49, സ്പോൺസർ ബാങ്ക് 40, സംസ്ഥാന സർക്കാർ 11. ഓപ്ഷൻ D കേന്ദ്ര സർക്കാർ 60, സ്പോൺസർ ബാങ്ക് 25, സംസ്ഥാന സർക്കാർ 15. ഓക്കെ, എന്താ പറയുക, ഒരു ഗ്രാമീൺ ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് 3 ഷെയർ ഹോൾഡേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്, രണ്ടെന്ന് പറഞ്ഞൊരു സ്പോൺസർ ബാങ്കാണ്, മൂന്നാമത്തത് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇങ്ങനെ 3 ഷെയർ ഹോൾഡേഴ്സാണ് ഉള്ളത്. ഓക്കെ, സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഷെയർ എന്ന ഓഹരി പങ്കാളിത്തം എന്ന് പറയുന്നത് 50%. അതായത് ആ ബാങ്കിൻ്റെ മൊത്തം ഷെയറിൻ്റെ 50 പകുതി ഭാഗത്തോളം ഹോൾഡ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പിന്നെ ഒരു സ്പോൺസർ ബാങ്ക് ഉണ്ടാകും. ഓക്കെ, ആ സ്പോൺസർ ബാങ്ക് 35% ഫണ്ടായിരിക്കും ഈ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഗ്രാമീൺ ബാങ്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് 35% ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സ്പോൺസർ ബാങ്ക് ആയിരിക്കും. ഓക്കെ,
ഇപ്പം സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കണം. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു സ്പോൺസർ ബാങ്ക് എന്ന് ആകണമെന്നുണ്ടെങ്കിൽ അതൊരു നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കണം. ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ബറോഡ ബാങ്ക് എന്നിങ്ങനെ പറയുന്ന പോലത്തെ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഈ സ്പോൺസർ ബാങ്ക് ആകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാഷണലൈസ്ഡ് ബാങ്കിന് ഗ്രാമപ്രദേശങ്ങളിൽ എന്തുണ്ടായിരിക്കണം, ഒരു വൈഡ് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു വൈഡ് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർ ഇതിന് മുമ്പ് റൂറൽ ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളതായിട്ട്, അതായത് ഫണ്ട് കൊടുത്തിട്ടുള്ളതായിട്ടുള്ളതിൻ്റെ പ്രൂഫ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിന് ഒരു ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക് ആകാൻ പറ്റും. ഓക്കെ, അങ്ങനെ 35% ഓഹരി വരുന്നുണ്ട്. പിന്നെ ഏത് സ്ഥലത്താണോ, ഏത് സ്റ്റേറ്റിലാണോ പ്രവർത്തിക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ ഷെയർ അതൊരു 15% ഉണ്ട്. ഓക്കെ, അപ്പം 50, 35, 15 അങ്ങനെയാണ് ഈ ഗ്രാമീൺ ബാങ്കുകളുടെ ഓഹരി പങ്കാളിത്തം വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് അല്ല, പ്രഥമ ബാങ്ക് അല്ല, പ്രഥമ ഗ്രാമീൺ ബാങ്കാണ്. ഓക്കെ, പ്രഥമ ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക്. കൺഫ്യൂഷന് വരാൻ വേണ്ടി ചിലപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ചായിരിക്കും ഓപ്ഷനകത്ത് പ്രഥമ ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ തെറ്റിപ്പോകരുത്, പ്രഥമ ഗ്രാമീൺ ബാങ്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 1975 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, ഡേറ്റ് നോക്കുക. 1975 ഒക്ടോബർ 2 ബാങ്ക് സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് ഈ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1975 നമ്മളുടെ നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്, അല്ലെങ്കിൽ നരസിംഹം കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ബാങ്ക് നിലവിൽ വരുന്നത്. ഓക്കെ, ഒക്ടോബർ 2 എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അദ്ദേഹമായിരുന്നു നമ്മുടെ രാജ്യത്ത് ഈ ഗ്രാമപ്രദേശങ്ങളെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്നൊക്കെ വരെ പറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് ഒക്ടോബർ 2 നമ്മൾ ഈ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആരംഭിച്ചത്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകരിക്കപ്പെട്ട വർഷം ഏതെന്നാണ്. ഓക്കെ, ആദ്യത്തേത് 1975 രണ്ടാമത്തല്ല കേരള ഗ്രാമീൺ ബാങ്ക് എന്നാണെന്നാണ് ചോദ്യം. കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകരിക്കപ്പെടുന്നത് 2013 നോക്കാം. 2013 ജൂലൈ 8 ആണ് എന്ത് രൂപീകരിക്കപ്പെടുന്നത്? കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകരിക്കപ്പെടുന്നത്. നമ്മളിപ്പോൾ കാണുന്ന KGB, കേരള ഗ്രാമീൺ ബാങ്ക്. ഓക്കെ, ഈ കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകരിച്ചത് 2 ഗ്രാമീൺ ബാങ്കുകൾ യോജിപ്പിച്ചതാണ്. ഏതൊക്കെയാണ്? നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് പ്ലസ് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്. ഓക്കെ, ഇങ്ങനെ 2 ബാങ്കുകൾ യോജിപ്പിച്ചിട്ടാണ് എന്ത് ആരംഭിക്കുന്നത്? കേരള ഗ്രാമീൺ ബാങ്ക് ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കൊന്ന് പറയാമോ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ ആയിരിക്കും? അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് 15%, പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് 50%, പിന്നെ ഒരു സ്പോൺസർ ബാങ്ക് ഉണ്ട്. ഓക്കെ, 35%. അപ്പോൾ ആരായിരിക്കും നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത്? ആരാണ്? കാനറ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക്. ഓക്കെ, പിന്നെ നമുക്കിനി നോക്കാമല്ലോ. ഇനി അടുത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേരള ഗ്രാമീൺ ബാങ്കിന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2000 കോടിയാണ്. ക്യാപിറ്റലല്ല, അതിൻ്റെ ബുക്ക് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അത്രയും വലിയ 2000 കോടി ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ അത്രയും ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉള്ള വലിയൊരു ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകരിക്കപ്പെട്ടത് ഏതു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓക്കെ, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് 1976, നബാർഡ് ആക്ട് 1981, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1965.
ഏതായിരിക്കും? നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് ഓപ്ഷൻ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എഴുതാൻ പറ്റും അല്ലേ? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണോ? കുറച്ചും കൂടെ ആപ്റ്റ് ഏതാണ്? റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് ആണ് കുറച്ചും കൂടെ ആപ്റ്റ്. ഓക്കെ, അപ്പം ആർ ആർ ബി ആക്ട് 1976 അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഏതൊരു ഗ്രാമീൺ ബാങ്കും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കേരള ഗ്രാമീൺ ബാങ്ക് മാത്രമല്ല, ഏതൊരു ഗ്രാമീൺ ബാങ്കും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ആർ.ആർ.ബി. ആക്ട് 1976 അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ കേരള എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടി അങ്ങനെ ചോദിച്ചിട്ട് എന്തെങ്കിലും വേറൊരു ഓപ്ഷൻ കൊടുത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്നാലും ഓർത്ത് വെച്ചോളുക, കേരള ഗ്രാമീൺ ബാങ്ക് ആണെങ്കിലും കർണാടക ഗ്രാമീൺ ബാങ്ക് ആണെങ്കിലും പിന്നെന്താ ഉത്തർപ്രദേശിലെ ആണെങ്കിലും ശരി, എല്ലാ ബാങ്കുകളും ഫോം ചെയ്തിരിക്കുന്ന ആർ.ആർ.ബി. ആക്ട് 1976 അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഈ പറയുന്ന നമ്മളുടെ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ഉണ്ട്, 1975 ഫോം ചെയ്ത പ്രഥമ ഗ്രാമീൺ ബാങ്കിന് നിർമ്മിച്ചതിന് ശേഷമാണ് ഈ ആർ.ആർ.ബി. ആക്ട് 1976 നിലവിൽ വരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ആക്ട് ഇല്ലായിരുന്നു. പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ആക്ട് ഇല്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ സ്ഥാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീടാണ് 76 ആക്ട് വരുന്നത്. ക്ലിയർ? അടുത്ത് നോക്കാം. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക് ഏതാണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? കാനറ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത്. റീജിയണൽ റൂറൽ ബാങ്കിന് പിന്തുണ നൽകുന്ന ബാങ്കുകളാണ് നമ്മുടെ സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത്. അത് പിന്തുണ നൽകുക എന്ന് പറയുമ്പോൾ 35% ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് ഓപ്പറേഷൻസിന് ഇത് എന്താ പറയുക, 30% മൂലധനം കൊടുക്കുന്നുണ്ട്. പിന്നെ ബാങ്കിങ് ഓപ്പറേഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. മാനേജീരിയൽ മാർഗ്ഗനിർദ്ദേശം, സാങ്കേതിക സഹായം, മാനേജറിൽ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഈ സ്പോൺസർ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കിനെ സഹായിക്കാറുണ്ട്. ക്ലിയർ? അപ്പോൾ കേരളത്തിൻ്റെ ഏതാണ്? കാനറ ബാങ്കാണ് എന്ന് ഓർക്കുക. ക്ലിയർ? അടുത്ത് നോക്കാം. കേരള ഗ്രാമീൺ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഏത് സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലാണ്? ഏത് സ്ഥാപനത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് RBI, നബാർഡ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഓക്കെ, സ്ഥാപനം എന്ന് ചോദിക്കാൻ നമുക്ക് തൽക്കാലം മിനിസ്ട്രി നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഏതാണ്? RBI ആണോ നബാർഡാണോ? നോക്കാം. ആൻസർ ഏതാണ്? നബാർഡാണ്. ഓക്കെ, അതായത് ഗ്രാമീൺ ബാങ്ക് പ്രവർത്തിക്കുന്നത് നബാർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഓക്കെ, RRBകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. നബാർഡിൻ്റെ ഫുൾ ഫോം അറിയാമല്ലോ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. എന്നാണ് കേട്ടോ. RRBകളുടെ പ്രവർത്തനം വിലയിരുത്തുകയും നയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുകൂടി മനസ്സിലാക്കാം. ഈ നയങ്ങൾ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് വായ്പാ നയമാകാം. ഓക്കെ, വായ്പാ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലോൺ കൊടുക്കാം, ഏതൊക്കെ മേഖലയിൽ ലോൺ കൊടുക്കാം, എത്ര ശതമാനം വരെ നമുക്ക് പലിശ ഈടാക്കാം, ഇങ്ങനെയൊക്കെയുള്ള വായ്പാ നയങ്ങൾ ഫോം ചെയ്യുന്നതും ആർ.ആർ.ബി നബാർഡിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും എന്ന് മനസ്സിലാക്കാം. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. 1983 ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിൻ്റെ സ്ഥാപിതമായ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ് എന്ന ചോദ്യം. 1983 നമ്മൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നതെന്നാണ്. 75 ആരാണ്? അബ്ദുൽ റഹ്മാൻ, മുഹമ്മദ് യൂനിസ്, ഷെയ്ഖ് മുജീബ്, അലി ജിന്ന. ആരാണ്? മുഹമ്മദ് യൂനിസ് ആണ്. ഓക്കെ, മുഹമ്മദ് യൂനിസ് ആണ് ബംഗ്ലാദേശിൽ, അതായത് ബംഗ്ലാദേശിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ വികസനത്തിനും അതുപോലെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആരംഭിച്ച ഗ്രാമീൺ ബാങ്ക്, ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക്. അതിൻ്റെ സ്ഥാപകനാരാണ്? മുഹമ്മദ് യൂനിസ് ആണ്. അദ്ദേഹത്തിന് 2006 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക വികസനത്തിനുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പുള്ളിയുടെ ആക്ടിവിറ്റീസിനാണ്. ഫോർ ദെയർ എഫേർട്സ് ടു ക്രിയേറ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഫ്രം ബിലോ. ഏറ്റവും താഴേക്കിടയിൽ നിന്നുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളുടെ വികസനത്തിനും വലിയൊരു പങ്ക് വഹിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2006 നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. നമ്മൾ മുമ്പ് നബാർഡിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചായിരുന്നല്ലോ. ഇനി നമുക്ക് നബാർഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, അല്ലെങ്കിൽ നബാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം, നബാർഡ് നിലവിൽ വന്ന വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നബാർഡ് സ്ഥാപിക്കപ്പെട്ട വർഷം. കാരണം ഇത് കൂടുതലും കണ്ടിട്ടുള്ളത് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ചും ഡിഫിക്കൽട്ടി ലെവലിൽ. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥാപനങ്ങൾ തരും.
അതായത് നബാർഡ്, സെബി, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ വന്നിട്ട് അത് രൂപീകരിക്കപ്പെട്ട വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡറിൽ എഴുതുക എന്ന് പറഞ്ഞ് ചോദിക്കും. ഓക്കെ, എന്നിട്ട് ഓർഡറിൽ എഴുതിയതൊക്കെ 4 ഓപ്ഷനായിട്ട് തരും. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ, അതായത് മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് A, B എന്ന് കൊടുത്തിട്ട് ഒരു സൈഡിൽ നമ്മുടെ ഈ സ്ഥാപനങ്ങളുടെ പേര്, അതായത് നബാർഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ ഗ്രാമീൺ ബാങ്ക് കൊടുത്തിട്ട് ഇപ്പറേ സൈഡിൽ അതിൻ്റെ സ്ഥാപിക്കപ്പെട്ട വർഷം, എന്നിട്ട് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് രീതിയിലുള്ള ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബാർഡ് സ്ഥാപിക്കപ്പെട്ട വർഷം വളരെ പ്രാധാന്യത്തോടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒന്നും വിട്ട് കളയരുത്. ഇപ്പം നബാർഡ് സ്ഥാപിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1982 ഓക്കെ, അതായത് 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വരുന്നത്. ക്ലിയർ? അപ്പം നബാർഡ് നിലവിൽ വരുന്നതിന് 2 സ്ഥാപനങ്ങൾ ലയിച്ചുകൊണ്ടാണ് എന്ത് നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ 2 സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് നബാർഡ് ഫോം ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBIയും നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്ലസ് അതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനം അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ARDC. ഓക്കെ, ഇത് 1969 ഈ സ്ഥാപനം നിലവിൽ വന്നിട്ടുള്ള അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അങ്ങനെ ഈ 2 സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, നബാർഡ് ഫോം ചെയ്യുന്നത്. ക്ലിയർ? അപ്പം 2 ഉദ്ദേശമുണ്ട്. ഒന്ന് RBI, അതായത് ബാങ്കിങ് റെഗുലേഷൻസ് ഫോം ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ടോടു കൂടി ഈ പറയുന്ന അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്തായിട്ട് മാറുന്നു, നബാർഡായിട്ട് മാറുന്നു. ഓക്കെ, ഏത് വർഷമാണ്? 1982. ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കിയോ, ഈ നബാർഡ് ഫോം ചെയ്യുന്നതിന് കാരണമായ ആക്ട് ഏതാണ്? അതായത് ഏത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നബാർഡ് ഫോം ചെയ്തത്? ഏതാണ് അത്? നബാർഡ് ആക്റ്റാണ്. 1981 നബാർഡ് ആക്ടിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് നബാർഡ്, കാർഷിക വികസന ബാങ്ക്, നിലവിൽ വരുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. ഈ നബാർഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബാങ്കാണ്, സെൻട്രൽ ബാങ്കാണ്, ഓട്ടോണോമസ് ആണ്. ഗവൺമെൻറ്റിൻ്റെ അധീനതയിലാണെങ്കിൽ ശരി, അവർക്കൊരു സ്വയംഭരണമുള്ള ഒരു ബോർഡുണ്ട്, ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ബോർഡുണ്ട്. അതുകൊണ്ടാണ് ഓട്ടോണോമസ് ആണ്, സെൻട്രൽ ബാങ്കാണ്, ഒക്കെ പ്രത്യേകതകളുള്ളതാണ്, ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ് എന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി നോക്കാം. നബാർഡ് രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരെന്തെന്നാണ് ചോദ്യം. ഓക്കെ, നരസിംഹൻ കമ്മിറ്റി, ശിവരാമൻ കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റി, കേഴ്സൺ കമ്മിറ്റി. ഏതാണ് ആൻസർ? അത് നരസിംഹ കമ്മിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, RRB ആയിട്ട് ബന്ധപ്പെട്ടാണ് നരസിംഹ കമ്മിറ്റി വരുന്നത്. അപ്പം ശിവരാമൻ കമ്മിറ്റിയാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ടാണ് നബാർഡ് ഫോം ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പം ക്രാഫിക്കാർഡ്, ഈ പേരൊന്ന് ഓർത്തിട്ടേ, ക്രാഫിക്കാർഡ്. ഓക്കെ, അതായത് ഒരു കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് കാർഷിക ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് അറേഞ്ച് ചെയ്യുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് റിവ്യൂ ചെയ്യാനുള്ള ഒരു കമ്മിറ്റി എന്നാണ് ഈ ക്രാഫിക്കാർഡ് എന്ന് പറയുന്നതിന് മൊത്തം ഉദ്ദേശിക്കുന്നത്. എ കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്സ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മളുടെ രാജ്യത്ത് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1979 കാലങ്ങളിൽ നമ്മളുടെ രാജ്യത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ രാജ്യത്ത് കാർഷിക വികസനത്തിന് വേണ്ടിയിട്ട് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാൻ, ഈ സ്ഥാപനങ്ങൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഈ സ്ഥാപനങ്ങളിൽ നിന്ന് എത്രത്തോളം ഫണ്ടുകൾ കൃഷിയുടെ വികസനത്തിനും ലോണിനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കൃഷിക്കോ അല്ലെങ്കിൽ അതിന് അനുബന്ധമായ മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ഇവിടുന്ന് ക്രെഡിറ്റ് പോകുന്നുണ്ട് എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയാണ് ക്രാഫിക്കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ചെയർമാനാണ് നമ്മളുടെ ഈ ശിവരാമൻ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ ആ കമ്മിറ്റി 1979 അങ്ങനെ ആ കമ്മിറ്റി കൃത്യമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. അതിനുശേഷം നബാർഡ് ആക്ട് നിലവിൽ വരുന്നു 1981. അങ്ങനെ നബാർഡ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം 82 നബാർഡ് നിലവിൽ വരുന്നത്.
ഓക്കെ, അപ്പം ആ കമ്മിറ്റിയുടെ പേര് എന്താണ്? ശിവരാമൻ കമ്മിറ്റി. മറ്റൊരു പേര് പറയുന്നത് എന്താണ്? ക്രാഫിക്കാട്. ഇത് രണ്ടും ഓർത്ത് വെച്ചോണം. നോക്കാം, നബാർഡ് ഏത് തരത്തിലുള്ള ഒരു സ്ഥാപനമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഓപ്ഷൻ ബി കോഓപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ സി ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓപ്ഷൻ ഡി മൈക്രോ ഫിനാൻസ്. ഓക്കെ, നബാർഡ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, നബാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നോക്കാം, നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാർഷികം, ഗ്രാമവികസനം, സഹകരണ ബാങ്കുകൾ തുടങ്ങിയ മേഖലയിൽ വായ്പയും റീഫിനാൻസും നൽകുന്നു. അതായത് നബാർഡ് എന്ന് പറയുന്ന ബാങ്ക് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നബാർഡ്, ഓക്കെ, നബാർഡ് ഒരിക്കലും നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകൾക്ക് ലോൺ കൊടുക്കാറില്ല. ഇപ്പം നമ്മളെപ്പോലെ ഒരാൾ ചെന്നിട്ട് നബാർഡിൽ ചെന്ന് നേരെ ചെന്നിട്ട് നമ്മൾ ലോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല. മറിച്ച് നബാർഡ് ഫണ്ട് ചെയ്യുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കിന് ഫണ്ട് ചെയ്യാറുണ്ട്, അതുപോലെ അഗ്രികൾച്ചറൽ ബാങ്കുകൾക്ക് കൊടുക്കാറുണ്ട്, RRBക്ക് ഫണ്ട് കൊടുക്കാറുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട് കൊടുക്കാറുണ്ട്. അപ്പം ഈ ഫണ്ടെല്ലാം എന്ത് ചെയ്യുന്നു? കോഓപ്പറേറ്റീവ് ബാങ്ക് വഴിയാണെങ്കിൽ ശരി നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് കിട്ടും. ഓക്കെ, അതുപോലെ അഗ്രികൾച്ചർ ബാങ്ക് വഴിയാണെങ്കിലും RRB വഴിയാണെങ്കിലും എന്ത് ചെയ്യുന്നു? ലോണുകളും അങ്ങനെയുള്ള പല രീതികളിൽ സാധാരണക്കാർക്ക് കിട്ടുന്നു. അപ്പോൾ നബാർഡ് നേരിട്ട് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നബാർഡ് ഇത്രയും ആളുകൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RRBക്ക് കൊടുക്കുന്നുണ്ട്, സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കുന്നുണ്ട്, ചില കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കാറുണ്ട്. അത് റൂറൽ ക്രെഡിറ്റ് കൊടുക്കുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്. ഇപ്പം ഇപ്പം നമ്മൾ SBI എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കാർഷിക ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാർഷിക ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നബാർഡ് ഫണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. അപ്പം ഇവർക്കെല്ലാം ഫണ്ട് കൊടുത്തിട്ടും ഇവരെന്ത് ചെയ്യുന്നുണ്ടോ? ഈ ബാങ്കുകളും ഈ സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? പല പദ്ധതികളായിട്ടും എന്താ പറയുന്ന പല പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഡയറക്റ്റ് ലോണായിട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു നബാർഡ് എന്ന് പറയുന്നതാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്തെന്ന് പറയുന്നത്? നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. നബാർഡിനെ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്ത്? നബാർഡിൻ്റെ മറ്റൊരു പേരാണ് അല്ലെങ്കിൽ ഒരു വിശേഷണമാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ. എന്താണ് നമുക്ക് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ നേരിട്ട് നിയന്ത്രിക്കുന്നു. ഓപ്ഷൻ എ തെറ്റാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിനെയൊക്കെ നിയന്ത്രിക്കുന്ന RBI ആണ്. അടുത്ത, സഹകരണ ബാങ്കുകൾക്കും RRBകൾക്കും റീഫിനാൻസ് നൽകുന്നു. കർഷകർക്ക് നേരിട്ട വായ്പ നൽകുന്നു. ഇല്ല, ഒരിക്കലും നൽകുന്നില്ല. പിന്നെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നു. അതും അവരുടെ ജോലിയല്ല. പിന്നെന്താണ്? സഹകരണ ബാങ്കുകൾക്കും RRBകൾക്കും റീഫിനാൻസ് നൽകുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റീഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർക്ക് സഹായം കൊടുക്കുക, അവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇവർ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് നബാർഡ് കൊടുക്കുന്ന ഫണ്ട് RRB വഴി എത്തുന്നത് ചെറുകിട കർഷകർക്ക് അല്ലെങ്കിൽ കർഷകർക്ക്, ചെറുകിട വ്യവസായം ചെയ്യുന്ന ആളുകൾക്ക്, കൈത്തൊഴിലുകാർ, പിന്നെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ആളുകൾ, ഇതുപോലുള്ള ചെറിയ ആളുകളിലേക്കാണ് ഈ ഫണ്ടുകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ. വായ്പ കൊടുക്കുന്ന ആളല്ല, പകരം നിയന്ത്രകനാണ്. ആ ഫണ്ട് എങ്ങനെ എത്തണമെന്ന് തീരുമാനിക്കുന്ന ഒരു നിയന്ത്രകനാണ് ആരെന്ന് പറയുന്നത്? നബാർഡ്. ക്ലിയർ ആണോ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അടുത്ത ചോദ്യമാണ്, നബാർഡ് നിയന്ത്രിക്കുന്ന പ്രധാന ഫണ്ടുകൾ ഏതൊക്കെ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കാം. ഒന്നാമത്തെ RIDF, അത് വളരെ പ്രധാനപ്പെട്ടാണ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്, മൈക്രോ ഇറിഗേഷൻ ഫണ്ട്, ലോങ് ടേം ഇറിഗേഷൻ ഫണ്ട് മുകളിലല്ല. ഓക്കെ, അപ്പം ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം നബാർഡ് ഡീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ RIDF പേരിനകത്ത് തന്നെ ഉണ്ട്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് നബാർഡാണ് മാനേജ് ചെയ്യുന്നത്. മൈക്രോ ഇറിഗേഷൻ ജലസേചനം എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷി വികസനത്തിന് വേണ്ടിയിട്ട്. അപ്പം അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ലോങ് ടേം ഇറിഗേഷൻ ഫണ്ട്. പിന്നെ ഈ പറയുന്ന ഈ മുകളിൽ പറഞ്ഞ ഇത്രയും ഫണ്ടുകളും ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. ഓക്കെ, നബാർഡാണോ ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ഫണ്ടെല്ലാം ഉണ്ടാക്കുന്നത് നബാർഡാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നബാർഡാണെന്ന്. പക്ഷേ ഈ ഫണ്ടുകൾ
ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങോട്ടൊക്കെ പോകണം എന്ന് തീരുമാനിക്കുന്നത് നബാർഡാണ്. ഓക്കെ, ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. നബാർഡ് നിരവധി വികസന ഫണ്ടുകൾ നിയന്ത്രിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടാണ് RIDF. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സിലബസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. RIDF, മൈക്രോ ഇറിഗേഷൻ ഫണ്ട്, ലോങ് ടേം ഇറിഗേഷൻ ഫണ്ട്, ഡയറി പ്രോസസ്സിങ്. ഡയറി പ്രോസസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലൈഡ് അഗ്രികൾച്ചറൽ സർവീസാണ് കേട്ടോ. ഓക്കെ, അലൈഡ് അഗ്രികൾച്ചർ സർവീസാണ് അതെന്ന് പറയുന്നത് ഡയറി പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം ഫണ്ട് ചെയ്യുന്നത് ആരാണ്? നബാർഡാണ്. ഓക്കെ, അടുത്ത് നമുക്ക് RIDF കുറിച്ച് നോക്കാം. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഏത് സ്ഥാപനമാണ് നിയന്ത്രിച്ച് നടത്തുന്നത്? നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞുള്ളൂ, ഏതാണ്? നബാർഡാണ്. ഓക്കെ, അത് എന്നാണ് ആരംഭിക്കുന്നത്? 95-96 കാലത്തിലാണ് RIDF ഈ ഒരു ഫണ്ട് വരുന്നതും, അങ്ങനെ RIDF എന്ന് പറഞ്ഞൊരു ഫണ്ടിങ് സ്കീം വരുന്നതും എന്നാണ് 95-96 കാലഘട്ടത്തിലാണ്. ആ സമയത്താണ് എന്തെന്ന് പറയുന്നത്, നബാർഡ് ഇതിനെ മാനേജ് ചെയ്ത് തുടങ്ങുന്നത്. ക്ലിയർ? അടുത്ത് നോക്കാം. RIDF വഴി ലഭിക്കുന്ന വായ്പകൾ താഴെ പറയുന്ന ഏത് മേഖലകളിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്? ഓക്കെ, ഒന്ന് കൃഷി അനുബന്ധ മേഖല, സാമൂഹ്യ മേഖല, ഗ്രാമീണ കണക്ടിവിറ്റി, പ്രതിരോധ മേഖല. അപ്പം RIDF എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റൂറൽ ഏരിയയുടെ വികസനത്തിനാണ്. അപ്പം റൂറൽ ഏരിയയിൽ വരുന്നതാണ് കൃഷിയും അനുബന്ധ മേഖല. ഇപ്പോൾ കൃഷി അല്ലെങ്കിൽ കൃഷിയുടെ അനുബന്ധ മേഖല എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ? അഗ്രികൾച്ചർ, അതിനകത്ത് വരുന്ന ഫിഷറീസ് ഒരു അനുബന്ധ മേഖലയാണ് അല്ലേ? എപ്പിക്കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ അല്ലേ? എപ്പിക്കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, ഡയറി പ്രോസസ്സിങ്, അനിമൽ ഹസ്ബൻഡറി, ഇതെല്ലാം കൃഷി അനുബന്ധ മേഖലയാണ്, അലൈഡ് അഗ്രികൾച്ചർ സർവീസസ് ആണ്. അപ്പം അവിടേക്കുള്ള ഫണ്ട് RIDF എന്ന് കൊടുക്കുന്നുണ്ട്. സാമൂഹിക മേഖല ഡെവലപ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റൽ ഡെവലപ്മെൻറ്റ്, ലൈക്ക് എഡ്യൂക്കേഷൻ, സ്കൂളുകളുടെ വികസനം, ആശുപത്രികളുടെ വികസനം, പിന്നെന്താ പറയുന്നത്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനും ഫണ്ട് RIDF എന്ന് പറയുന്ന ഫണ്ട് വഴി ലഭിക്കുന്ന വായ്പകൾ അതിനു വേണ്ടി കൊടുക്കാറുണ്ട്. പിന്നെ ഗ്രാമീണ കണക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ റോഡ്, പാലങ്ങൾ, അതും റൂറൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ അതിനും വരുന്നുണ്ട്. പ്രതിരോധ മേഖലയ്ക്ക് ഈ ലോൺ കൊടുക്കുന്നില്ല. അപ്പം ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? 1, 2, 3. അങ്ങനെ നോക്കുമ്പോൾ ആൻസർ ഏതാണ്? B ആണ് വരുന്നത്. 1, 2, 3. ഓക്കെ, അപ്പം RIDF ഘടകങ്ങൾ ഉൾപ്പെടുത്തി കൃഷിക്ക് കൊടുക്കുന്നുണ്ട്, സാമൂഹിക മേഖല വികസനത്തിലുണ്ട്. സാമൂഹിക മേഖല എന്തൊക്കെയാണ്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതൊക്കെയാണ് സാമൂഹിക മേഖല എന്ന് പറയുന്നത്. ഗ്രാമീണ റോഡ് കണക്ടിവിറ്റി, റോഡ് നിർമ്മാണത്തിന് കൊടുക്കുന്നുണ്ട്. അതെല്ലാം RIDFൻ്റെ ഫണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: RIDFൻ്റെ ഫണ്ടിങ് പ്രധാനമായും ഏത് ഉറവിടത്തിലൂടെയാണ് ലഭിക്കുന്നത്? എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് എന്നാണ് ചോദ്യം. അത് ബാങ്ക് നിക്ഷേപങ്ങൾ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന PSL ഷോർട്ട് ഫാൾ, സർക്കാർ ബജറ്റ് വകയിരുത്തൽ. ഓക്കെ, എവിടെ നിന്നാണ് RIDFൻ്റെ ഫണ്ട് വരുന്നത്? ഓപ്ഷൻ C ആണ്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന PSL ഷോർട്ട് ഫാൾ. ഓക്കെ, അതാണ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചത് വിശദമായിട്ട് പറയാം. നമ്മുടെ രാജ്യത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഉണ്ട്. അവർ എന്ത് കൊടുക്കാറുണ്ട്? ലോൺ കൊടുക്കാറുണ്ട്. പല രീതിയിൽ ലോൺ കൊടുക്കാറുണ്ട്. ഹോം ലോൺ കൊടുക്കാറുണ്ട്, പേഴ്സണൽ ലോൺ കൊടുക്കാറുണ്ട്, വാഹന ലോൺ കൊടുക്കാറുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ലോൺ കൊടുക്കാറുണ്ട്. അപ്പം ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനോട് RBI ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ലോൺ എത്രയാണോ, എത്ര എമൗണ്ടിൻ്റെ ലോണാണ് നിങ്ങൾ ആകെ കൊടുക്കുന്നത്, അതിൻ്റെ 40% പൈസ എന്ന് പറയുന്നത് PSLന് വേണ്ടി കൊടുക്കണം. 40% പലിശ, 40% ഭാഗം ലോൺ എന്ന് പറയുന്നത് അത് PSLന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ PSL എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയും. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയും. ഈ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കൃഷി സെക്ടർ എന്ന് പറയുന്ന പ്രയോറിറ്റി സെക്ടറാണ്. സോഷ്യൽ സെക്ടർ, എഡ്യൂക്കേഷണൽ സെക്ടർ, ഹെൽത്ത് സെക്ടർ, ഇതെല്ലാം പ്രയോറിറ്റി സെക്ടറാണ്. അപ്പോൾ ഈ പ്രയോറിറ്റി സെക്ടറിനേക്ക് വേണ്ടിയിട്ട്, അതായത് പ്രയോറിറ്റി സെക്ടറിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊമേഴ്ഷ്യൽ ബാങ്കിനോട് പറയും, നിങ്ങൾ എത്രയാണോ ഫുള്ള് ലോൺ കൊടുക്കുന്ന എമൗണ്ട് അതിന് 40% പ്രയോറിറ്റി സെക്ടറിൻ്റെ ലോണിന് വേണ്ടി കൊടുത്തേ പറ്റുമെന്ന് പറയും.
ഓക്കെ, അപ്പോൾ ബാങ്ക് ബാധ്യസ്ഥരാണ് 40% കൊടുക്കാൻ. 40% കാർഷിക വായ്പയായിട്ടോ സ്കൂൾ വികസനത്തിനോ ആരോഗ്യ സംരക്ഷണത്തിനോ ഒക്കെ കൊടുക്കാറുണ്ട്. ഇൻ കേസ് ആ 40% ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക, കൊടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷം എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ 40% കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കൊടുക്കേണ്ടി വന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ആ 40% ഫണ്ട് ഉണ്ടല്ലോ, അതായത് PSLന് വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ട് ഉണ്ടല്ലോ, അത് നേരെ നബാർഡിൻ്റെ RIDFിലേക്ക് പോകും. ഓക്കെ, അപ്പം എവിടെ നിന്നാണ് RIDFിലേക്ക് ഫണ്ട് വരുന്നത്? അത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നാണ് അല്ലേ. അവർ PSLന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ ലോൺ, PSLന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഫണ്ട് കൊടുക്കാൻ പറ്റാതായി കഴിയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ആ ഫണ്ട് നേരെ RIDFിലേക്ക് വിടും. അപ്പോൾ ഇനി നിങ്ങൾ പറ, സോഴ്സ് എവിടെ നിന്നാണ്? കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നല്ലേ ആര് വരുന്നത്? RIDF വരുന്നത്. ഓക്കെ, അപ്പോൾ സോഴ്സ് ഏതാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ RIDFിൻ്റെ പ്രധാന ലക്ഷ്യമല്ലാത്തത് ഏതെന്നാണ്? 1 ഓപ്ഷൻ എ ഗ്രാമീണ ഇൻഫ്രാസ്ട്രക്ചർ വികസനം, ഓപ്ഷൻ ബി ഗ്രാമീണ പ്രദേശങ്ങളിൽ തൊഴിൽ സൃഷ്ടി, ഓപ്ഷൻ സി പ്രതിരോധ വ്യവസായ വികസനം, ഓപ്ഷൻ ഡി സാമൂഹിക മേഖലാ വികസനം. ഏതാണ് അല്ലേ? ആൻസർ അറിയാം. പ്രതിരോധമല്ലല്ലോ, പ്രതിരോധത്തിന് ഇവിടെ നല്ല ഫണ്ട് പോകുന്നത്. ഓക്കെ, അപ്പം പ്രതിരോധ വ്യവസായ വികസനമാണ്. അതായത് പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയിട്ട് RIDFിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നില്ല. അടുത്ത് നോക്കാം. 2021-22 വർഷത്തിൽ RIDF മൊത്തം വകയിരുത്തിയ തുക എത്രയാണെന്നാണ് നമുക്ക് ചോദ്യം. ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു. 40,490 കോടി രൂപയാണ് RIDF വകയിരുത്തിയത്. ഓക്കെ, അപ്പം നമുക്കറിയാം 21-22 കാലം എന്ന് പറയുന്നത് നമുക്ക് 2019 നമ്മൾ COVID-19 ഒക്കെ വന്ന് ഇന്ത്യ ഒരു ഭയങ്കരമായ തകർച്ചയിൽ, ഇന്ത്യ എന്നല്ല ലോകം വലിയൊരു തകർച്ചയിൽ പോരുന്ന സമയത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു ഫണ്ട് വകയിരുത്തേണ്ടതായിട്ട് വന്നത്. ഓക്കെ, RIDFിൻ്റെ ആദ്യമായിട്ട് ഇത് നമ്മൾ RIDF ഫോം ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ലോൺ കൊടുത്ത ഫണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 കോടിയാണ്. ഓക്കെ, ഇപ്പം റീസെൻ്റായിട്ട് 2021-22 40,490 കോടി രൂപയാണ് RIDFിൻ്റെ ഫണ്ട്. ഓക്കെ, മറ്റൊരു സ്ഥാപനമാണ് ബേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബേർഡ് നോക്കാം. എന്താണ് ബേർഡ് എന്ന് വെച്ചാൽ? നമ്മുടെ പക്ഷിയല്ല. ബേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഷോർട്ട് ഫോമാണ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതാണ് ബേർഡ് എന്ന് പറയുന്നത്. ബാങ്കിങ് സിസ്റ്റം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അതെന്താണ് നിലവിൽ വന്നത്? 1983 നിങ്ങൾ തുറന്ന ഇന്ത്യക്ക് വേൾഡ് കപ്പ് അടിച്ചില്ല, ഇന്ത്യ ആദ്യമായിട്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടുന്ന അതേ വർഷമാണ് ബേർഡ് വന്നത്. ഒരു പക്ഷി പറന്നു പോകുന്നൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പം ബേർഡ് നിലവിൽ വരുന്നത് 1983. ഓക്കെ, ഇനി ബേർഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നോക്കാം. ബേർഡ് ഏതൊക്കെ മേഖലകളിൽ പരിശീലനം, ഗവേഷണം, കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്നു? ഓക്കെ, ഏത് മേഖലയിലാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് കാർഷിക ഗ്രാമീണ വികസന ബാങ്കിങ് മേഖലകളിൽ, അതായത് കാർഷിക ഗ്രാമീണ വികസന ബാങ്കുകൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്, ഗവേഷണം നടത്താനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്, കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്യുന്ന സ്ഥാപനത്തിന് പറയുന്ന പേരാണ് ബേർഡ് എന്ന് പറയുന്നത്. സോ ബേർഡ് എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് ബാങ്കേഴ്സിന് വേണ്ടിയിട്ടുള്ള, അതായത് ബാങ്കുകൾക്കും ബാങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബേർഡ് എന്ന് പറയുന്നത്. അവരെന്തിനു വേണ്ടിയിട്ടാണ് ആ സ്ഥാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാങ്കിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക, പുതിയ ആശയങ്ങൾ പറയുക, പുതിയ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗവേഷണം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബേർഡ് നിലകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോക്കാം. നബാർഡാണ് ഇതിനൊരു പ്രോത്സാഹനം കൊടുക്കുന്നത്. അപ്പോൾ നബാർഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആരെ? ബേർഡിനെ. അപ്പോൾ നബാർഡ് പ്രോത്സാഹിപ്പിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് ബേർഡ് എന്ന് പറയുന്നത്. ഇവിടെ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അർത്ഥം നോക്കി കഴിഞ്ഞാൽ
ഇത് സർക്കാരിൻ്റെ നയമോ ഫണ്ടിങ്ങോ മാത്രമേ അനുസരിക്കൂ എന്നുള്ളതല്ല. ഓട്ടോണോമസ് എന്ന് പറയുമ്പോൾ സ്വയംഭരണത്തിൻ്റെ ഇംഗ്ലീഷാണ് ഓട്ടോണോമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോണോമസ് ആയിട്ട്. അപ്പം മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബേർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു മാനേജ്മെൻ്റ് ഉണ്ട്. ആ മാനേജ്മെൻറ്റ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ നയപരമായിട്ട് നബാർഡിനോട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ബേർഡ് എന്ന് പറയുന്ന സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ ഇത് അവർ ഓട്ടോണോമസ് ആണ്, അവർക്ക് അവരുടെ രീതി അനുസരിച്ച് അവർ പ്രവർത്തിച്ചു പോകുന്നു. പക്ഷേ അതിനകത്ത് നബാർഡിൻ്റെ ബന്ധപ്പെട്ട് നബാർഡിൻ്റെ നയങ്ങൾക്കനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, നബാർഡിനോട് ബന്ധമുണ്ട് മനസ്സിലാക്കാം. അടുത്ത് നോക്കാം. ബേർഡിൽ പരിശീലനം കിട്ടുന്ന ഉദ്യോഗസ്ഥർ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്? ആർക്കൊക്കെ ബേർഡ് ട്രെയിനിങ് കൊടുക്കുന്നതാണ്? ഒന്ന്, RRBയിൽ ഉള്ള ജീവനക്കാർ, കാരണം അവർ റീജിയണൽ റൂറൽ ബാങ്കാണ്. കൂടാതെ ഗ്രാമവികസനം എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവനക്കാരാണ്. സോ RRBന്ന് ഉള്ള ഉദ്യോഗസ്ഥർക്ക് ബേർഡ് പരിശീലനം കൊടുക്കാറുണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക്, നമുക്കറിയാം കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അവിടെ ചെറുകിട ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, സാധാരണക്കാർക്ക് വേണ്ടി ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ബാങ്കാണല്ലോ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. സോ അവർക്കും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ റൂറൽ വിങ്, നമ്മുടെ നാട്ടിലെ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് കൊടുക്കുന്നുണ്ട്? കാർഷിക വികസനത്തിന് ലോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഭാഗം അല്ലെങ്കിൽ കാർഷിക വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ആളുകൾക്കും എന്ത് കൊടുക്കാറുണ്ട്? ബേർഡിൽ പരിശീലനം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? മുകളിലുള്ളവയെല്ലാം ഇത്രയും സ്ഥാപനങ്ങൾക്കും ബേർഡ് പരിശീലനം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഗ്രാമീണ മേഖല ഗ്രാമീണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവലുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് നമ്മുടെ ഗ്രാമീണ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടുമിക്ക ഗ്രാമീൺ ബാങ്കുകളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം ഡിഫിക്കൽട്ടി ലെവലിലുള്ള ചോദ്യങ്ങളും എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യം എടുത്തിട്ട് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്ലനേഷനകത്ത് തന്നെ നമ്മൾ മുമ്പ് വെച്ചിട്ടുള്ള സിമ്പിൾ ചോദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചില കമ്മിറ്റികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ഓഹരി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ പാസീവായിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ രണ്ടാമത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോയ പോയിന്റ്, ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്താത്ത ഞാൻ പറഞ്ഞു പോയിട്ടുള്ള പോയിന്റുകളിലൂടെ നിങ്ങളൊന്ന് ഒരു പേപ്പർ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ കാണുക, ഫുള്ളിരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഫുള്ളിരുന്ന് കേട്ട് കാണുക. കാരണം നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിനിടയ്ക്ക് പറയാൻ ചിലപ്പോൾ ഒരു പോയിൻ്റ് ആയിരിക്കാം, നമ്മൾ ക്ലാസ്സിനിടയ്ക്ക് പറയാൻ ചിലപ്പോൾ ഒരു പോയിൻ്റ് ആയിരിക്കാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യത്തിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു പോയിൻ്റ് ആയിരിക്കാം. സോ നിങ്ങൾ മാക്സിമം ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളിത് കാണുക. കണ്ടതിന് ശേഷം ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, വളരെ ജെന്യുവിനായിട്ടുള്ള അഭിപ്രായം ഞങ്ങളോട് പറയുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനും അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ എൻഹാൻസ് ചെയ്യാനും ഒക്കെ നമുക്കൊരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന കമൻറ്റുകളാണ്. സോ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ പോസിറ്റീവായിട്ടുള്ളത്, നെഗറ്റീവായിട്ടുള്ളത്, ജെന്യുവിനായിട്ടുള്ള കമൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ പറയുന്ന പോലെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, നമ്മളത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ആശംസകൾ. താങ്ക് യു.